നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ആ വിധി, കേരളം കാത്തിരുന്ന വിധി, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ നിന്ന് എന്ത് വിധി ഉണ്ടാകുമെന്ന് എല്ലാവരും ഒരുപോലെ നോക്കിയിരുന്നതാണ്. ഏതായാലും കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതെ. അപ്പോൾ ഇനി നമ്മളെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ ഇതിനകത്ത് കോടതി ഇത്രയും ദിവസം പറഞ്ഞിരുന്നത് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇതുവരെ നിർത്തി വെച്ചെങ്കിൽ അങ്ങനെ നടപടികളിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആവശ്യപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കാനും എക്സലോജിക്കിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയുള്ള സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി എന്താണ് ഇതിൽ നിന്ന് നടപടി, ഇനി SFIO എന്ത് നടപടികളായിരിക്കും അതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതാണ് പ്രസക്തമായ ചോദ്യം. ഏതായാലും ഈ എക്സോളജിക്ക് അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ. പക്ഷേ അതിപ്പോൾ തള്ളിയിരിക്കുന്നു. അന്വേഷണം നടക്കാൻ തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ഈ അന്വേഷണത്തിന് സഹകരിക്കണം, ഒരുപാട് കാര്യങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അതിന് നാളെ വിധിന്യായം, അതിൻ്റെ വിധി പകർപ്പ് കിട്ടിയിട്ട് മാത്രമേ പറയാൻ പറ്റൂ എന്തൊക്കെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കോടതി ഉത്തരവ് വരുന്നത് വരെ കടുത്ത നടപടികളിലേക്ക് കടക്കരുത്, അതാണ് സ്റ്റാലിൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ഇനിയാണെങ്കിൽ SFIക്ക് എന്തും ചെയ്യാം. എന്നാലും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ഒരു വിശദമായൊരു റിപ്പോർട്ട് ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കടുത്ത നടപടികളിൽ ചിലപ്പോൾ പോകാൻ സാധ്യത തീർച്ചയായും. മാത്രമല്ല ഇനിയിപ്പം വേണമെങ്കിൽ അവർക്ക് കർണാടക ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ പോകാം. പക്ഷേ അതൊക്കെ ഇനി തിങ്കളാഴ്ചയെ നടക്കുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, നാളെ ശനിയാഴ്ച വിധിപ്പകർപ്പ് ലഭിക്കുന്നു, പിന്നെ ഞായറാഴ്ചയുണ്ട്. വേണമെങ്കിൽ SFIക്ക് നടപടിയെടുക്കാം, ചോദ്യം നമ്മൾ ലഭിക്കുക, അറസ്റ്റൊക്കെ ചെയ്യാം. എല്ലാവരും വിചാരിച്ച കാര്യം നാളെ ഞായറാഴ്ചയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇനി ഒരു അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഒരു ദിവസം കിട്ടുന്നു, അങ്ങനെ ചിന്തിക്കുന്നത് പണ്ടുള്ളവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വാദം എല്ലാവരും കോടതി വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത് ശക്തമായൊരു വാദമാണ് നടന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട വാദം. അതിനകത്ത് പലവിധ വാദപ്രതിവാദങ്ങൾ നടന്നു. പക്ഷെ എന്നാലും സുപ്രീം കോടതിയിൽ ഒരു മുതിർന്ന അഭിഭാഷകനാണ് എക്സലോജിക്കിന് വേണ്ടി വാദിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാനല്ല. അപ്പം തന്നെ അതിനകത്ത് എന്തൊക്കെയാണ് അവരെ വാദത്തിനകത്ത് ഉണ്ടായിരുന്നത്, വീണയുടെ വാദങ്ങളെ പൊളിക്കാനായിട്ടുള്ള എല്ലാം അച്ചടിച്ച രീതിയിലുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും നമുക്ക് നോക്കാം. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാദം, ഇപ്പം വീണ പറഞ്ഞത് ഈ 2 ഏജൻസികൾ സമാന്തര ഏജൻസികൾ വരുന്നത്, അത് മാത്രമല്ല SFIO പോലൊരു ഏജൻസി വരുന്നത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വരുന്നത് തന്നെ സ്വാഭാവികമായിട്ട് ഇതിന്റെ കേസ് അന്വേഷണം ബാധിക്കും, അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന് ഒരു ഭയമുണ്ട്, അങ്ങനെ രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനാണ് ഇവിടെ മൊത്തം വരുന്നത്. അപ്പോൾ പല കേസ് റിപ്പോർട്ടുകളും എല്ലാം വന്നതിന് ശേഷമാണ് അവർ വ്യക്തമായ ഒരു ഇത് നടത്തിയിട്ടുണ്ടായിരുന്നു. അതെ. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിരിക്കുന്നു, നമ്മുടെ നാട്ടിൽ നമുക്ക് ജനത്തിന് സാധാരണക്കാർക്ക് കോടതി മാത്രമേ ആശ്രയമുള്ളൂ. കാരണം അതല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു അട്ടിമറിക്കുന്നുള്ള ഉറപ്പാണല്ലോ. അല്ലെ നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നമുക്ക് അറിഞ്ഞൂടെ എന്തെല്ലാം നമുക്കെതിരെ എന്തെല്ലാം ഒരു കേസും കുസ്തിയും കോടതിയും ഇവിടെ സാധനം എടുത്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അവസാനം രക്ഷകരായതാണ് കോടതി. സുപ്രീം കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ ഇത്തരം പരിപാടികളൊന്നും അവസാനിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സാധാരണ പൗരനൊരു ആവശ്യം വന്നാൽ അവന് കോടതി മാത്രമേ ഉള്ളൂ ആശ്രയം, വേറെ ഒന്നുമില്ല. അതെ. ഇപ്പോൾ വേറൊരു ചോദ്യം വരുന്നത്, ഇപ്പോൾ വീണ വിജയനിൽ നിന്ന് ഈ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് പോകും, വൻമീനുകൾ വരുമോ, അങ്ങനെ രീതിയിലുള്ളൊരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം മാത്യു കോഴൽനാടനൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്, MLA ഒക്കെ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് നടന്നത്. അങ്ങനെ രീതി വരുമ്പോഴത്തേക്കും ആ അന്വേഷണ പരിധിയിലേക്ക്, ഈ SFIOയുടെ അന്വേഷണ പരിധിയിലേക്ക് മുഖ്യമന്ത്രിയും കൂടെ വരികയാണെങ്കിൽ നമ്മൾ കേരളം കാണാത്ത രീതിയിലുള്ള ചിലപ്പോൾ ആ രീതിയിലേക്ക് ചിലപ്പോൾ മാറിയേക്കാനും ചാൻസ് ഉണ്ട്. അതെ, നമ്മൾ ഒരു വേറെ സംസ്ഥാനത്ത് കണ്ടതാണല്ലോ, അവിടെ മുഖ്യമന്ത്രി ഓടി രക്ഷപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ ഇത് വളരെ പ്രസക്തമാണ് ശരത്ത് പറഞ്ഞ കാര്യം. കാരണം ഇവിടെ KSIDC എന്ന് പറയുന്ന സ്ഥാപനം ഇതിൽ ഇൻവോൾവ്ഡാണ്. KSIDC എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാർ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. കാരണം മുഖ്യമന്ത്രി എല്ലാ വകുപ്പിൻ്റെ മേലും മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ട്. മുഖ്യമന്ത്രി എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഓരോ മന്ത്രിമാരെ ഓരോ കാര്യം ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെയൊക്കെ മുഖ്യമന്ത്രിയുള്ള സ്ഥാപനം തന്നെയാണ് KSIDC. 3 ഏജൻസികൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ KSIDC, അതുപോലെ തന്നെ KMRL വരുന്നുണ്ട്, അതുപോലെ എക്സലോജിക്. ഈ 3ഉം കൂടെ ഒരു ടൈപ്പാണ് നോക്കുന്നത്. ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ പങ്ക് വരുന്നത് ഇവരെ വിട്ടുവീഴ്ചകൾ ചെയ്തു എന്നുള്ള രീതിയിൽ, ഇപ്പം നിയമം തന്നെ മാറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതെ, തീർച്ചയായും. അതെ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കുമാണ് ഈ ഒരു അന്വേഷണം നമ്മൾ കൃത്യമായ ഒരു ട്രാക്കിലൂടെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്ത് ഇനി രാഷ്ട്രീയ ബാഹ്യ ഇടപെടലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും പറയാറുള്ളത് പോലെ അന്തർധാരകൾ തെരഞ്ഞെടുപ്പൊക്കെ വരെയാണ്. അന്തർധാരകൾ ഇടപെട്ടില്ലെങ്കിൽ SFIO വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. SFIയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അദ്ദേഹം വളരെ ശക്തനായ ഒരാളാണ്. നേരത്തെ പി ചിദംബരത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ കാർത്തിക് ചിദംബരത്തിൻ്റെയൊക്കെ കേസ് ഉൾപ്പെടെ അത് കേരളത്തിലെ പോപ്പുലർ ഫിനാൻസിൻ്റെയൊക്കെ ഒരുപാട് അന്വേഷണം നടത്തി അതിലൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരാൾ തന്നെയാണ് അദ്ദേഹം.
മാത്രമല്ല ഇവിടെ നമ്മൾ മറ്റേറെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പിന്നാലെ നടന്ന ശരിക്കും പറഞ്ഞ കേസ് നടത്തിയത് PC ജോർജ്, അതിൻ്റെ മകൻ ഷോൺ ജോർജ് ഒക്കെയാണ്. അവരെ സംബന്ധിച്ച് അവരിപ്പോൾ BJP-യിലാണ്. അപ്പോൾ BJP ചേർന്നിരിക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഈ അന്വേഷണമൊക്കെ വന്നത്. നമുക്ക് PC ജോർജിനെ നമുക്കറിയാം. ഒരുപക്ഷെ ഇതിൽ അന്വേഷണത്തിൽ ഈ പറഞ്ഞ പോലെ അന്തർധാരയും ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ PC ജോർജ് പരസ്യമായി പ്രതികരിക്കും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇത് വളരെ വിപുലമായ അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമാണ് SFIO. ശരിക്കും നമ്മളാരും കേട്ടിട്ടില്ല ഇങ്ങനെ സ്ഥാപനത്തെക്കുറിച്ച് പലരും. ശരിക്കും നമുക്കറിയില്ല ഇങ്ങനെ സ്ഥാപനം. നമ്മൾ CBI, ED, IB എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനമുള്ളത് നമുക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിപുലമായ അധികാരങ്ങളുള്ള ഒരു സ്ഥാപനം തന്നെയാണെങ്കിൽ അങ്ങനെ അധികം ഇടപെടൽ പറ്റില്ല. അവർ നടപടി എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമാണല്ലോ അത്. ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇനി തിരഞ്ഞെടുപ്പ് കൂടെ വരുന്ന പശ്ചാത്തലത്തിൽ അതാണ് എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കുന്നത്. തിരഞ്ഞെടുപ്പ് വരെയാണ്. അപ്പം ഈ ഒരു സർക്കാരിനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിച്ചിരിക്കുന്നത്. സർക്കാരിനെ താങ്ങുന്ന ഇപ്പം പാർട്ടി, ഇടതുപക്ഷ അനുഭാവികൾ, അല്ലെങ്കിൽ തന്നെ പാർട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെന്തൊരു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന്, സഡൻ റെസ്പോൺസ് ടീം എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ക്വിക്ക് റെസ്പോൺസ് ടീം. അതെ, രണ്ടുപേർക്കാണ്. അപ്പോൾ അവരിൽ നിന്ന് എന്തൊക്കെയായിരിക്കും? കാരണം ഇത് വന്നതിന് ശേഷം ഇപ്പം മണിക്കൂറുകളായി, ഇപ്പം എനിക്കൊരു 3-4 മണിക്കൂറായിട്ടുണ്ട്. ഇതിനകത്ത് മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോടതി തീരുമാനമാണെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എനിക്ക് നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് പറയുന്നതിന് അദ്ദേഹം വേറെ രീതി പറഞ്ഞതായിരിക്കാം. പക്ഷേ EP ബാലൻ തുടങ്ങിയിട്ടുള്ള സ്ഥിരം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ആളെ കണ്ടിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹി അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ ഇനി നാളെ കോടതിയുടെ അത് ഉത്തരവ് വരണമല്ലോ, അതിൻ്റെ കോപ്പി ഇടണമല്ലോ, എന്നിട്ട് പ്രതികരിക്കാമെന്ന് വിചാരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഇടപാട് ഈ കരിമണൽ കർത്തയായിട്ടുള്ള രീതിയിൽ നിന്ന് വന്ന് ഇവിടെ വന്നു. അപ്പം ഈ ഒരു സർക്കാരിൽ നിന്ന് മറ്റു പാർട്ടികളിലെ ഈ 175 കോടിയുടെ കണക്കൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല. ഇത് അതെ, എല്ലാ രാഷ്ട്രീയക്കാർക്കും കൊടുത്തു ഇതിൻ്റെ ആണല്ലോ. നമ്മുടെ നാട്ടിലെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഈ SFIO എന്ന പ്രസ്ഥാനം ഉണ്ടെന്നൊക്കെ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും എല്ലാം അറിയായിരിക്കുമല്ലോ. നമുക്കറിഞ്ഞില്ല. അതാണ് രാഷ്ട്രീയ നേതാവായതുകൊണ്ടായിരിക്കും ഷോൺ ജോർജിനും അത് പെട്ടെന്ന് അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായത്. ഷോൺ ജോർജ് ഇതിൻ്റെ പുറകെ കേസ് ഹൈക്കോടതിയിലൊക്കെ കേസിന് പോയത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗോ ആരും പോയിട്ടില്ലല്ലോ. അതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം. ഇപ്പോൾ 2 പേര് മാത്രമേ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്. ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പോലും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം. അതിനകത്തുള്ളത് ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെയും ഷോൺ ജോർജിന്റെ പേര് മാത്രം നമുക്ക് ഇപ്പോൾ എടുത്തു പറയാൻ ആദ്യം മനസ്സിൽ ഈ കേസ് ഒരു ബന്ധം വരാനുള്ള 2 പേരുകളൊന്നും ഇവർ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇവിടെ ഒരു പാർട്ടിയെ കുറിച്ച് പറഞ്ഞില്ല. എല്ലാ പാർട്ടികളും വേറെ ഈ 2 വ്യക്തിത്വങ്ങളെ മാത്രമായിട്ട് മാറ്റി നിർത്തിയാണ് നമുക്ക് അവരെ കുറിച്ച് അഭിനന്ദനം അറിയിക്കേണ്ടത്. തീർച്ചയായും. മാത്രമല്ല ഇപ്പം കൊള്ളിനാടനെ സംബന്ധിച്ച് കൊള്ളിനാടൻ നല്ല വക്കീലൂടെയാണ്, അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹം ഇത് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് ബന്ധം കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. കാരണം അവർക്കും ഭയമുണ്ട്. ഈ ആളുടെ ചുരുക്കപ്പേരിട്ടിരുന്ന കൂട്ടത്തിൽ സ്വന്തം നേതാക്കന്മാരും ഉണ്ട് എന്നുള്ള പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശരിയായ രീതിയിൽ അങ്ങോട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടിലായിപ്പോൾ. കാരണം എന്താണ് ഈ രസീത് കൊടുത്ത് തന്നെയാണ് പാർട്ടിക്ക് സംഭാവന വാങ്ങിച്ചിട്ടുള്ളതെന്നൊക്കെ വളരെ പ്രസക്തമായ കാര്യമാണ്. അല്ല, പാർട്ടിക്ക് സംഭാവന അങ്ങനെ രസീത് കൊടുക്കണ്ടേ? ഇതാണ് ഈ എല്ലാ ഇലക്ഷൻ വരുമ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ ഒരു സംഭാവന എല്ലാവർക്കും ഉണ്ട്. ഇപ്പോഴും നമ്മൾ പലർക്കും അറിയുന്നുണ്ട് ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ ഫണ്ട് കിട്ടുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ രാഷ്ട്രീയം നമ്മൾ കാണാറുണ്ട് എവിടെ നിന്നാണ് നമ്മുടെ ഈ പാർട്ടികൾക്കൊക്കെ ഇലക്ഷൻ വരുമ്പോഴും എല്ലാം ഫ്ലെക്സ് അടിക്കാനും മറ്റേതൊക്കെ പണം അവിടെ നമ്മൾ ആലോചിക്കാറുണ്ട്. കാരണം ഇവർക്ക് എവിടെ നിന്നാണ് ഇവിടെ കിട്ടുന്നത്? കാരണം ഇവരാരും ജോലിക്ക് പോകുന്നില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരും ജോലിക്ക് പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെ ആയിരിക്കും ഇതിനകത്ത്. വലിയ ഇപ്പം എമൗണ്ടുകളാണ് ഇതിനകത്ത് മാറി മറിയുന്നത്. അതെ. കാരണം ഇത് ആദ്യകാലങ്ങളിൽ ഇവരൊക്കെ തന്നെ ഈ പിന്നെ നിങ്ങളെ പക്ഷേ കൊച്ചുകുട്ടികളായിരുന്നിരിക്കാന്ന് പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ചാരായം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ സർക്കാർ ലൈസൻസ് കൊടുത്തുള്ള ചാരായ ഷാപ്പുകളുടെ അന്ന് വലിയ അബ്കാരി കോൺട്രാക്ടർമാരാണ് ഈ ചാരായ ഷാപ്പുകൾ നടത്തുന്നത്. വലിയ റേഞ്ച് എന്ന് പറയും, ഒരു റേഞ്ചൊക്കെ പിടിക്കും. അപ്പോൾ ആ റേഞ്ചിൻ്റെ പിന്നെ ചുമതല അതിൻ്റെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള ഒരു വലിയ അബ്കാരി കോൺട്രാക്ടറായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ അന്നത്തെ കാലത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴല്ലേ ഇവർ കാശ് മാത്രമല്ല കൊടുക്കേണ്ടത്, വാഹനങ്ങളും കൊടുക്കണം. കാരണം ഇവർക്ക് അന്ന് ഒരുപാട് ജീപ്പ്, കാർ അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങൾ ധാരാളമുണ്ട്. കാരണം ഇത് ഭംഗിയായി ബിസിനസ് നടത്തണമെങ്കിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു വാഹനം ഇട്ട് കൊടുക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ എനിക്കൊരു വേറൊരു കാര്യം, എൻ്റെ ഒരു സുഹൃത്ത് പറയുകയാണ്. അദ്ദേഹത്തിന് ഒരു കാർ കമ്പനി ഉണ്ടെന്നുണ്ട്. അതിനെക്കുറിച്ച് പറയില്ല. ആ കാർ ജോലി ചെയ്യുന്നത് ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ ആ ഒരു ഡീലറും കൂടെയാണ് അദ്ദേഹം നിൽക്കുന്നത് അവിടുത്തെ. അദ്ദേഹം പറയും നവകേരള സദസ്സിന് അവർ വന്നിട്ട് ചോദിച്ചത് ഇത്രയും ബസ്സിന് ഇന്ധനം അടിക്കാൻ വേണ്ടി, അവരുടെ ബസ്സിന് ഇന്ധനം അടിക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ എഴുതി കൊടുക്കുകയാണ്. തന്നില്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് സത്യം പറഞ്ഞാൽ അതിനകത്ത് വാർത്ത വരാൻ പറ്റില്ല. കാരണം അവരെ ബാധിക്കുന്ന വിഷയമാണ്. അതെല്ലാം ഇതൊക്കെ അതിനകത്ത് നടക്കുന്നതാണ്. അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി പെട്ടെന്ന് വന്നിട്ട് 4 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വേണം, 10 ലക്ഷം രൂപ എഴുതി കൊടുത്തെങ്കിൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. പൈസ കൊണ്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ. പക്ഷേ അക്കാര്യത്തിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു അബ്കാരി കോൺട്രാക്ടർ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, മരിച്ച ഒരാളാണ്, അവൻ്റെ പേര് പറയാത്തത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു,
CPM ഒരിക്കലും ആവശ്യം വന്നപ്പോൾ വലിയൊരു തുക, അന്നത്തെ പോലെ അല്ല, അന്ന് CPM അത്ര വലിയ സ്ഥിതിയല്ല, ഒരു വലിയ തുക ആവശ്യമായി വന്നു. ഗൗരിയമ്മ മറ്റുമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്, പാർട്ടിക്ക് ഇത്ര ഒരു പണത്തിൻ്റെ ആവശ്യം വരുന്നു, വായ്പയായിട്ട് തരും, തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. അദ്ദേഹം വലിയൊരു ചാക്കേട്ടിലും കണ്ടാണ് പണം കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, പക്ഷേ അത് ആവശ്യം, ഈ പണത്തിൻ്റെ ആവശ്യമില്ല, അതല്ലാതെ തന്നെ അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഗൗരിയമ്മനെ പറഞ്ഞു എന്നാണ് ഈ പൈസ ആവശ്യത്തിൽ തിരിച്ചുകൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആ ആർജ വന്നവർ കാണിച്ചിരുന്നത് ഇത് അയാളിൽ സംഭാവന വാങ്ങിച്ചതായിരുന്നില്ല, ശരിക്കും ഒരു എമർജൻസി വന്നപ്പോൾ അന്നിങ്ങനെ വാങ്ങിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അന്നത്തെ നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രത്യേകത ഇതാണ്. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് ബാറുടമകൾ മാത്രമല്ല, ചാരായ ഷാപ്പില്ല. ഈ ചാരായ ഉണ്ടായിരുന്ന കാലത്ത് ഈ അബ്കാരി രാജാക്കന്മാരെന്നാണ് അവരെ വിളിക്കുമായിരുന്നു. അത്രയും വലിയ റേഞ്ചുകളൊക്കെ പിടിക്കുന്ന ആളുകളുണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് വലിയ തൊന്തരമായിരുന്നു. പക്ഷേ അന്നും ഈ നേതാക്കന്മാരുടെ മക്കൾക്ക് മാസപ്പടി എടുക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ പാർട്ടി കൊടുത്താൽ മതി പൈസ. നമ്മൾ ഈ പറയുന്ന സംഭാവന കൊടുക്കുന്നവർ മണ്ടന്മാരാണ്, പക്ഷേ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെന്നാണ് നമുക്ക് പറയുന്നത്. കാരണം ഇതിനകത്ത് വിഷയം വന്നപ്പം KMRL മുതലാളി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ വിധേയരായവയാണ് ഈ പാർട്ടിയിലുള്ള. അല്ലെങ്കിൽ അവർക്ക് വേറെ മറിച്ച നമ്പറല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസീപ്റ്റ് എടുത്ത് കാണിച്ചാൽ പോലും അവർക്ക് ചിലപ്പോൾ ഒരു 10 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടി വെച്ച് പോകും. അവർക്ക് തിരിച്ച് നേട്ടം കിട്ടുന്നത് ഒരു 10 കോടി 100 കോടിയുടെ നേട്ടമായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സഹായിക്കാൻ. കാരണം ഇന്നില്ലെങ്കിൽ അവർ സഹായിക്കാൻ ഉണ്ടാവും, ഭരണപക്ഷവും കൂടെയാണ് ഒന്നാമത്. അതാണ് ഇപ്പം ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഈ 2 കൂട്ടർക്കും കൊടുക്കുവർ, ഈ 2 കൂട്ടരും വാങ്ങും, ആരും പിണക്കില്ല. കാരണം നാളെ ഇവർ ഭരണത്തിൽ ഇറങ്ങി തിരിഞ്ഞാൽ സംഭവിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അന്ന് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് അന്ന് ഈ മക്കളും ഭാര്യയും കുടുംബക്കാരൊന്നും ഇതിലൊന്നും ഇല്ല. പാർട്ടി പൈസ പിരിക്കുന്നു, അതൊരു സത്യമാണ്. പണ്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തന ഫണ്ട് വേണം. ഇന്നിപ്പം കണ്ടില്ലേ, കോൺഗ്രസിൻ്റെ എങ്ങാണ്ട് അക്കൗണ്ട് മരവിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു വാർത്ത വന്നിരുന്നു. പിന്നീട് അതിന് ഇളവ് ചെയ്ത് കൊടുത്തു. ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് പെട്ടെന്ന് മരവിപ്പിച്ചാൽ അവർ പെട്ടുപോകും. കാരണം അവരെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ പോലും പറ്റാത്ത അവസ്ഥ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലായിടത്തും ഇത് സംഭവിക്കാമല്ലോ. ഏതായാലും അതങ്ങ് മാറി. അപ്പോൾ അതുപോലെയാണ് ഇവർക്ക് ഇത് പാർട്ടി നടത്തിക്കൊണ്ട് പണം വേണം, പണ്ടത്തെ പോലെയല്ല. പണ്ട് എല്ലാവരും വളരെ ലളിത ജീവിതമൊക്കെ നയിച്ച് അങ്ങനെ അങ്ങ് പോയിക്കൊള്ളു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവർക്കും വില കൂടിയ കാറ് വേണം, മറ്റ് ആഡംബരങ്ങളെല്ലാം വേണം, എയർ കണ്ടീഷൻ്റെ മുറി വേണം, അത് ആഡംബര മുറി വേണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുള്ള നേതാക്കന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരുപാട് സംഭാവന വാങ്ങിക്കേണ്ടി വരും. പലരെയും 2 നീട്ടി വാങ്ങിക്കേണ്ടി വരും പൈസ. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാളുടെ മകൾ, അതായത് മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ ആരോപണ വിധേയമായിരിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു വലിയൊരു ബാധ്യത പോലെയാണ്. കാരണം ആ ഒരാൾ അല്ലെങ്കിൽ ആ ഒരു കുടുംബം കാരണം വരുമ്പോഴുന്ന ഇലക്ഷനിലൊക്കെ വലിയ തിരിച്ചടി ചിലപ്പോൾ നേരിട്ടേക്കാം. പാർട്ടിയോടുള്ള ഒരു വിശ്വാസം പലർക്കും അങ്ങ് അകന്നു പോവാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് കൂടുതലും ഒരു ഭാരമേറിയ ഒരു കാര്യം കൂടെയാണ്. അവർക്ക് എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം. മാത്രമല്ല ഇതൊരു വൺ വേ സോഴ്സ് പോലെയാണ് ഇവർക്ക് കിട്ടുന്നത്. ഈ പണമൊക്കെ കിട്ടുന്നത്, ഈ പണം വാങ്ങി അല്ലെങ്കിൽ ഇത് നടത്തിയത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് മാത്രമാണ് പോയിട്ടുള്ളത്. ബാക്കി പാർട്ടിക്ക് ഉപകാരപ്പെട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല, അത് വേറെ ചോദ്യമാണ്. പക്ഷേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വേറെ ചില അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ഇതില്ലാതെ നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ പെട്ടെന്ന് സഡൻ റെസ്പോൺസ് അല്ലെങ്കിൽ ക്വിക്ക് റെസ്പോൺസ് ടീം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട കാര്യം അതാണ്. അതെ, മാത്രമല്ല ഇതിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ലൂസ് ടോക്കിൽ. ഈ എന്താണ് ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ക്യാപ്സ്യൂൾ തയ്യാറാക്കി അത് ആണികൾക്ക് താഴെ തട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം പകർന്നു കൊടുക്കാൻ വേണ്ടി കുറേ ആളുകളെ പാർട്ടിക്കാരൊക്കെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരിനി വേറെ ക്യാപ്സ്യൂൾ തയ്യാറാക്കേണ്ടി വരും. നാളെ കോടതി ഉത്തരവ് വന്നതിന് ശേഷം പുതിയ ക്യാപ്സ്യൂൾ തയ്യാറാക്കേണ്ടി വരും, ഉത്തരവ് കൈ കിട്ടിയാൽ. അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. വേണമെങ്കിൽ അത് ഉപയോഗിച്ച് തന്നെ വേണമെങ്കിൽ ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും കാര്യങ്ങൾ പറയാൻ പറ്റും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. കോടതി ഉത്തരവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇവർ വ്യാഖ്യാനിക്കണ വേറെ വല്ലതുമായിരിക്കും. അത് നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കോടതി ഇപ്പം അവരെ മുമ്പിൽ ഇപ്പം എന്താ പറയുക തെളിവുകളും ഇതൊക്കെയാണ് അവർക്ക് വേണ്ടത്. അല്ലാതെ അതിൻ്റെ രാഷ്ട്രീയമോ അങ്ങനെ ആരും നോക്കാറില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊരു രാജ്യത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം കൂടെയാണ്. സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്നൊരു കാര്യം ഇപ്പോൾ അതിനു മുമ്പിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു തിരിച്ചുള്ള ഒരു മറുപടി എന്ന് പറയുമ്പോൾ ഈ 2 ഏജൻസികൾ വരുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടാക്കണമെന്നാണ്. പക്ഷേ ഇതിനകത്തൊരു ഇത് വേണ്ടേ, ഇപ്പം സീരിയസ് വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് കോടതി നോക്കുമ്പോൾ അതാണ് നോക്കുന്നത്. അതെ, മാത്രമല്ല ഇത് എന്തിനാണ് ഈ പൈസ കൊടുത്തതെന്നുള്ള വളരെ പ്രസക്തമായ കാര്യമാണല്ലോ. ഇത്രയും നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിനെ ആവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത്രയും വലിയ പ്രതിഫലമാണെങ്കിൽ ഇത് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ചെറിയ കമ്പ്യൂട്ടർ ജോലി ചെയ്ത് ജീവിക്കുന്ന പലരും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ എന്തെങ്കിലും വേറെ ബിസിനസ് തുടങ്ങാറുണ്ടല്ലോ, ഇത്രയും കോടി രൂപയൊക്കെ നമുക്ക് ഇതിൻ്റെ പേരിൽ വരുമാനം ലഭിക്കുമെങ്കിലും. അപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ ഈ ദിവസങ്ങളിൽ വീണ വിജയൻ എവിടെയാണ് എന്നുള്ള പ്രസക്തമായ ചോദ്യം കൂടെയുണ്ട്. അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, അതല്ലെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടിയോ വേണ്ടി വന്നാൽ അവരുടെ മുമ്പ് ചെല്ലേണ്ടി വരും.
തൽക്കാലം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റില്ല, അതൊരു സത്യമാണ്. പിന്നെ ഇവർക്കെല്ലാം വളരെ അതിസമ്പന്നരായ വളരെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ബന്ധങ്ങളുള്ളതുകൊണ്ട് അവരുടെ വീടുകളും ഒക്കെ കാണും. പക്ഷേ അതൊരു ശരിയായ മര്യാദ ആയിരിക്കില്ല അങ്ങനെയാണെങ്കിൽ. അവരെ അറസ്റ്റ് ചെയ്യാനോ അവർ ചോദ്യം ചെയ്യാനോ വിളിപ്പിക്കുകയാണെങ്കിൽ അവരുമ്പോൾ ഹാജരാകാതെ, അല്ലെങ്കിൽ നമ്മുടെ ED വിളിച്ചപ്പോൾ നമ്മൾ തോമസ് ഐസക്കും സംഘം ചെയ്യുന്നതല്ല, ഞാൻ വരില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കും. അപ്പോൾ വിളിച്ചാൽ പോവുക, അത്രേ ഉള്ളൂ. അത് KT ജലീൽ കണ്ടില്ല, അത് കൃത്യമായിട്ട് അവിടെ പോയില്ല. KT ജലീൽ അവിടെ ചെന്ന് പറയാനുള്ള കാര്യം പറഞ്ഞ് വെളിയിറങ്ങി മാധ്യമങ്ങളെ കണ്ട് ആദ്യം ഒളിച്ചു പോയെന്നൊക്കെ പരാതി വന്നെങ്കിലും ഭയം കൊണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞില്ല ഇനി അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ എന്നുള്ളൊരു നേരത്തെ പറയാറുണ്ട്. വലിയ ഇപ്പം അതിന് മടിയിൽ കനമുള്ളവന് പേടിക്കേണ്ട കാര്യം അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ചിലപ്പോൾ നല്ല പണിയിൽ ചിലപ്പോൾ കനം കാണും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഭയം ചിലപ്പോൾ. അതെ, ഈ ഭയന്നിട്ട് കാര്യമില്ല ശരിക്കും പറഞ്ഞല്ലേ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ വലിയ ഗുണ്ടകളെ അതല്ലെങ്കിൽ അന്നത്തെ പോലീസിനെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഭരണകൂടങ്ങളെയൊക്കെ പേടിച്ച് ഒന്നുമല്ല, അവർ ഒളിവ് ജീവിതമൊക്കെ നയിച്ചിട്ട് അവർ ധീരമായി പോരാടിയ ഒരുപാട് ആളുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒന്ന് ED ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒന്നും പൊയ്ക്കൂടെ എന്തായാലും ചോദ്യം ചെയ്യാൻ വിളിച്ചു, ശരി ഞാൻ വരാം, വന്ന് നിങ്ങൾ ചോദിക്കുക, ഞാൻ ഉത്തരം പറഞ്ഞു തരാമെന്ന് പറയാം. കാരണം തോമസ് ഐസക്കിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ സാമ്പത്തിക കാര്യ വിദഗ്ധനും കൂടെയാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ തിരിച്ചങ്ങോട്ട് 2 സാമ്പത്തിക കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാം, അതിൻ്റെ ടെർമിനോളജിയൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് കൊടുത്താൽ ചിലപ്പോൾ അവരും കൊടുക്കും. അപ്പോൾ അതിന് പോകാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞതിന് കാര്യമില്ല. അത് സത്യമാക്കുക നമ്മൾ ഈ ED എന്നൊക്കെ പറയുന്നത് നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ല. ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചാണ് ED ഉൾപ്പെടെയുള്ള ഇത്തരം അന്വേഷണ ഏജൻസികൾ കാണുമെന്നുള്ളത്. അവർ അന്വേഷണത്തിന് വിളിക്കുമ്പോൾ പാർലമെൻറ്റ് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങൾ അംഗീകരിച്ചാണ്, നമ്മുടെ ജനപ്രതിനിധികളോടൊപ്പം ഇതിനൊക്കെ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. അതിന് പകരം ഞാൻ വരില്ല എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ കാര്യം കൈകൊണ്ട് അടിച്ച് ഇങ്ങനെ അല്ലെങ്കിൽ ഒന്നാമത് ആരോപണ വിധേയപ്പം കോടിയേരി മകൻ ഒരു കേസിനപ്പോൾ കോടിയേരി മാറിയുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കണം. അതാണ് ആർജവം. തീർച്ചയായും ഇപ്പൊ കുറ്റക്കാരനല്ലാതെ തെളിയിച്ചിട്ട് വന്നിരിക്കട്ടെ, അതാകുമ്പോൾ കൂടുതൽ ജനങ്ങൾക്ക് ഒരു ഇത് തോന്നും, റെസ്പെക്ട് തോന്നും. അതെ, പക്ഷേ അത് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, പുച്ചക്കാരും മണികെട്ടു എന്നുള്ള ചോദ്യം പാർട്ടിയിൽ ആരെങ്കിലും ഒക്കെ ആവശ്യപ്പെടും. അത് പ്രസക്തമായ ചോദ്യമാണ്. കോടിയേരിയോട് ഒരുപക്ഷെ ആരോട് ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹം സ്വയം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ചെയ്തിട്ടുള്ളത്. കാരണം കോടിയേരി സംബന്ധിച്ച് അദ്ദേഹം കുറച്ച് വളരെ സൗമ്യനായ ഒരാളാണ്. എന്തായാലും ഇത് മകൻ്റെ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം തൽക്കാലം ആ പദവി വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യമാണ്. കേരളത്തിൽ എത്രയോ മാതൃകകളുണ്ട്. സത്യം പറഞ്ഞാൽ കെ കരുണാകരൻ പണ്ട് രാജൻ കേസ് വന്നപ്പോൾ രാജിവെച്ചത്, അതല്ലെങ്കിൽ പിന്നീട് ചാരക്കേസിൻ്റെ രാജി, സത്യം പറഞ്ഞാൽ ഏക്കാണ് രാജിവെക്കാൻ പിന്നെ അദ്ദേഹം കാരണം നോക്കി ഇരിക്കുകയാണെന്നുള്ളതാണ് പ്രശ്നം. ചുമ്മാ രാജിവെച്ചുള്ളൂ. ഈ ഏക്കാണി മറ്റേ ഇവിടെ ആദ്യം അദ്ദേഹം 77 മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതുപോലെ തന്നെ ചിക്കമംഗളൂർ തെരഞ്ഞെടുപ്പിന് ഇന്ദിരാഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ അദ്ദേഹം ഒന്ന് ദേവരായ അരസിൻ്റെയും കണ്ടും മറ്റേ ഇന്ദിരാ വിരുദ്ധ കോൺഗ്രസ്സാണ്. അവർ തീരുമാനിക്കുന്നത് ഇദ്ദേഹം മുഖ്യമന്ത്രി തന്നെ രാജിവെക്കുന്നു. അതുപോലെ കേന്ദ്രത്തിൽ ഈ നരസോറ മന്ത്രിസഭയിൽ ഭക്ഷ്യ വകുപ്പ് സിവിൽ സപ്ലൈസ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ബന്ധമില്ലാത്ത ഒരു ആരോപണമായിരുന്നു, അപ്പോൾ രാജിവെച്ചു. പിന്നെ 2004 എന്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി തിരിച്ചറിവുണ്ടായപ്പോൾ അപ്പോഴും രാജി. എനിക്ക് ആ ദിവസം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മളന്ന് ജോലി ചെയ്യുന്ന ചാനലിൽ നമ്മൾ യാദർച്ഛയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ സോണിയാഗാന്ധി യാത്രയാക്കാനൊക്കെ വരുന്നു, അവർ പോകുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പത്രക്കാരുടെ അടുത്തോട്ട് വരുന്നു, പറഞ്ഞ് ഞാൻ രാജിച്ചിരിക്കുന്നു. പല ആളും അന്തം വിട്ട് ചോദിക്കരുത്, ആര് എന്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും, ആർക്കൊരു പിടിയും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം ഞാൻ രാജിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുള്ളി അങ്ങ് രാജിക്കും. പക്ഷേ കെ കരുണാകരനെ സംബന്ധിച്ച് അദ്ദേഹം രാജിവെച്ച ചില അത് KP വിശ്വനാഥ് ഈയിടെ അന്തരിച്ച കോൺഗ്രസ് നേതാവ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അന്ന് കോടതി പരാമർശം പോലും അദ്ദേഹത്തിനെതിരെ ആയിരുന്നില്ല എന്നാണ് പിന്നീട് മനസ്സിലായത്. പക്ഷേ അതിനുമ്പോൾ ഇവിടെ ബഹളം തുടങ്ങി, പ്രതിപക്ഷം രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജിവെച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു ആർജവം പലപ്പോഴും നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർ കാണിച്ചിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. അത് പഴയ തലമുറയിൽപ്പെട്ട ആളുകളാണ്. ഏക്കാണിക്കും സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു സന്ദർഭത്തിലും രാജിവെക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് ഒരു ആദർശത്തിൻ്റെ പേര് രാജിവെച്ചു എന്നുള്ളതാണ് മറ്റൊരു വശം. എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ നമ്മൾ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, ഇതിപ്പോൾ ഇനി അടുത്തൊരു പോകുമ്പോൾ എനിക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ അതാണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് കർണാടക ഹൈക്കോടതിയിൽ ചിലപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാമായിരിക്കും സാധ്യത ഉണ്ടെങ്കിൽ, സിംഗിൾ ബെഞ്ചല്ലേ അപ്പീൽ പോകാമായിരിക്കും, അതല്ലെങ്കിൽ സുപ്രീം കോടതി പോകാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഈ അടിസ്ഥാനപരമായി നമ്മൾ ഈ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ കോടതിനെ അന്വേഷണം തുടരാൻ പറ്റില്ല എന്ന് നമ്മൾ എന്തർത്ഥത്തിൽ ആണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പറഞ്ഞാലും മടി കനവിൽ നമ്മൾ എന്തൊന്നും പേടിക്കാൻ, അവരന്വേഷണം നടത്തട്ടെ എന്നാണ്, അന്വേഷണം നടക്കട്ടെ, വരട്ടെ, എന്നിട്ട് നടപടി സ്വീകരിക്കട്ടെ. ഈ കേസ് നീളാനും അവർക്ക് കുറച്ച് അനുകൂലമായ ഘടകങ്ങളുണ്ട്. നമ്മൾ ലാവലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു 38 ഇതും ചിലപ്പോൾ നീട്ടി കൊണ്ടുപോകണം. ചിലപ്പോൾ എന്തെങ്കിലും ഇവർക്ക് പറഞ്ഞ തെളിവ് സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിനൊരു ഇത് കൊടുക്കും, അങ്ങനെ വീണ്ടും ഇത് കൊടുത്തു ഇത് ചിലപ്പോൾ നീണ്ടു പോയേക്കാം. അതെ, പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സംഘത്തലവൻ അന്വേഷണ സംഘത്തലവൻ അരുൺ പ്രസാദ് ആൾ ചില്ലറക്കാരനല്ല എന്നുള്ളതാണ്. അദ്ദേഹം വളരെ കർശന നിലപാടുള്ള എല്ലാ കാര്യത്തിലും നിയമമനുസരിച്ച് തന്നെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്
ഇവർക്കൊരു ഭീഷണിയാണ്. ചിദംബരത്തിനെ നമ്മൾ പ്രതീക്ഷിക്കാതെ ചിദംബരത്തിൻ്റെ മറ്റേ ഔദ്യോഗിക മതിലാടി ചെന്നല്ലേ പിടിച്ചോണ്ടത്. അപ്പോൾ അത് അല്ല എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മളെ നിയമം പറയുന്നത് എന്താണ്? എല്ലാവരും നിയമത്തിന് തുല്യരാണെന്നാണ്. വേറെ ആർക്കും ഒരു പ്രത്യേകതയില്ല. നമ്മൾ എന്താണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ തന്നെ കണ്ടില്ലേ, അവിടെ വളരെ കൃത്യമാണ് നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഇടയ്ക്ക് പിഴയടിച്ച് നമ്മൾ വായിച്ചില്ല, ട്രാഫിക് നിയമം തെറ്റിച്ചാൽ അങ്ങനത്തെ കാര്യത്തിന്. അപ്പോൾ അങ്ങനെ ഇവിടെ സംഭവിക്കും. ഇവിടെ ക്യാമറ ബാക്കിയുള്ള പിടിക്കുന്നല്ലാണ്ട് ഇവിടെ എത്ര അവരുടെ സർക്കാർ വാഹനങ്ങൾക്ക് പിഴ അടിച്ചിട്ടുണ്ട്, അവർക്ക് എത്ര പിഴവായിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ തിരക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന പൈസയൊക്കെ വെറുതെ ആണെന്ന് തോന്നി പോകും. അതെ 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 അതെ, അതിൻ്റെ ഒരു വലിയ വിഷയമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ CPM നിലപാട് വ്യക്തമാക്കണം. നിലപാട് വ്യക്തമാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു നാളെ അവർ ഇത് വിധിപ്പകർ കെട്ടിയിട്ട് പ്രതികരിക്കുക എന്നുള്ളതായിരിക്കാം അവർ ചിന്തിക്കുന്നത്, ഗോവിന്ദ മാഷ്. അല്ലെങ്കിൽ ഡൽഹി ഇരിക്കുന്നവരിപ്പോൾ ഒന്നും അറിയാം. എന്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാന്ന് പറയും. ഇവിടെ പിണറായി എനക്കറിയില്ല എന്ന് പറയുന്നതിൻ്റെ വേറെ പതിപ്പാണ്. എന്ത് പറഞ്ഞാലും സീതാറാച്ചറായി എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. പണ്ട് നമ്മളെ നാട്ടിലെ നേതാക്കന്മാർ പറയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇന്ന് ഈ വിഷയം ചോദിച്ചാലേ, കുഴയുന്ന വിഷയമാണെന്ന് ചോദിച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഇവരെല്ലാം കൂടെ പണ്ടേ നല്ല മര്യാദയ്ക്ക് നേരെ പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നേ നന്നായി പോയാണ് സത്യം പറഞ്ഞു. നാടിപ്പോൾ എന്ത് അവസ്ഥയിലാണ് പോകുന്നത് ഇപ്പോൾ ഞാനും ആലോചിക്കും. കാരണം ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ ഒരു സമരം പോലും ഇവിടെ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഒരു സംഭവം നേരെ തിരിച്ച് നേരെ തിരിച്ച് ശരത്ത് നാലേക്ക് കേരളം ഇപ്പോൾ ഭരിക്കുന്നത് AKANTOണിയാണ് നിൽക്കുന്നത്. AKANTOണിയുടെ മകനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ മക്കൾ, അല്ലെങ്കിൽ VD സതീശൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചാണ് ഇതുപോലൊരു പ്രശ്നം വന്നിരുന്നെങ്കിലേ ചിന്തിക്കാൻ പറ്റുമോ? ഇതുവരെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് ആശുപത്രി ഇതിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ആത്മരോഷം കൊണ്ട് ഓരോ ചായം കുടിച്ച് പിരിയാന്നല്ലാണ്ട് വേറെ നമ്മൾ ഈ പറയുന്ന കാര്യം തന്നെ ഡെയിലി നമ്മളിവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മുടെ ഇത് നമ്മളെങ്കിലും പറഞ്ഞെങ്കിലും തീർക്കുന്നുണ്ട്. അതെ അതെ, അല്ലെങ്കിൽ സെക്രട്ടറിയുടെ മുമ്പ് പോയി നമുക്ക് ഒരു സമരം നടത്തി യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ട് അവർ മറ്റേ വേറെ കാനം വെച്ച് വെള്ളമൊക്കെ രണ്ട് വളം വെച്ച് തിരിച്ചെല്ലാവരും പോകുന്നു. അപ്പുറത്തെ ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിക്കുന്നു, ഹാപ്പിയായിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്നു. ഇതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് എന്തായിരിക്കും? നമുക്ക് ഈ ദിവസങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയിൽ ശനി ഞായർ തിങ്കൾ ഈ 2 ദിവസങ്ങൾ തീർച്ചയായും നിർണായകം തന്നെയാണ് വീണ വിജയനെയും മുഖ്യമന്ത്രിയൊക്കെ സംബന്ധിച്ച്. കാരണം SFIO എന്താണ് നിലപാട് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്കിന്നും വ്യക്തമല്ല. അവർ അക്കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് എടുത്തക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായും നടപടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും രാഷ്ട്രീയ കേരളം ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത്. CPM മുഖ്യമന്ത്രിയൊക്കെ എന്തായാലും നാളെ വിധിപ്പകർപ്പ് കിട്ടിയിട്ട് അവർ അതൊക്കെ പ്രതികരിച്ചാൽ മതി. എന്നാലും അത് യുക്തമായിരിക്കണം, ന്യായമായിരിക്കണം, ജനങ്ങളോടുള്ള വെല്ലുവിളിയാകരുത് എന്ന് മാത്രം പറയുന്നു. നമസ്കാരം.